ഇവിടെ എന്താണ് നമ്മുടെ നാട്ടിലെ രണ്ട് ചേച്ചിമാര് അവരെന്തോ ഇവിടെ ചെയ്യാണ്. ഇതെന്താ സംഭവം? എന്താ തോട്ടപ്പയറല്ലേ? ഇതാ ഇത് കണ്ടോ, ഇത് തോട്ടപ്പയറാണ് കേട്ടോ. ഇത് നന്നായിട്ട് അവർ ഉണങ്ങി ഇത് ഉണങ്ങിയെടുത്തിട്ട് ഇതിനകത്തുനിന്ന് തോട്ടപ്പയറിൽ നിന്ന് കുരു പ്രത്യേകം അവര് സെപ്പറേറ്റ് മാറ്റിയെടുക്കുകയാണ്. ഈ പയറെല്ലാം പൊട്ടിച്ചതാണ് കേട്ടോ. ഇതിപ്പം അവര് പൊട്ടിച്ചെടുത്ത പയറിന്റെ വേസ്റ്റ് ആണത്. അപ്പൊ അതിൽ നിന്ന് ആ കുരു ഒന്ന് കാണിച്ചേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് അതിന്റെ കുരുവാണേ. ഇത് സംഭവം എന്നാന്ന് ചോദിച്ചാലേ, ഇത് ഔഷധ ഗുണമുള്ള സംഭവം എന്നാണ് പറയുന്നത്. അതായത് ഇതെന്തോ രോഗത്തിനൊക്കെ പ്രതിരോധ ശേഷിയൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ചേച്ചിമാര് ഇതെടുത്തിട്ട് ഇവര് കടയിലേക്ക് കൊണ്ട് കൊടുക്കാനായിട്ടാണ്. അപ്പൊ അത് ഇവരൊരു ബിസിനസ്സായിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഈ തോട്ടപ്പയർ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ചേച്ചിമാർ ഇങ്ങനെ തോട്ടപ്പയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ തെരഞ്ഞു നടന്നിട്ട് ഇത് പോയി പറിച്ചിട്ട് ഇത് ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇവർ രണ്ടും അയലോക്കക്കാരാട്ടോ, നാട്ടുകാരാണ്, എന്റെ വീടിന് അടുത്തുള്ളവരാണ്. അപ്പൊ ഇവര് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് തന്നെ. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് ഇതെന്താണെന്ന് ചോദിച്ച് അന്വേഷിച്ച് ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പൊ ഇത് ഇനി ഇവര് എടുത്തിട്ട് ഈ കുരു എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയി കടയിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ ഇതിന് എത്ര രൂപയൊക്കെ കിട്ടും? അത്യാവശ്യം നല്ല വില കിട്ടിയില്ലേ? ഇതിന്റെ പച്ചക്കായാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവര് പറിച്ചോണ്ട് വരുന്നത്. ഈ ചേച്ചിമാര് പറിച്ചോണ്ട് വരുന്ന ഇതാണ്. അപ്പൊ ഇത് പറിച്ചോണ്ട് വന്നിട്ട് ഈ പറഞ്ഞ ഇത് ഇങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ കുരു വേർതിരിച്ചെടുത്തിട്ട് ഇവര് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് വിറ്റ് ഇവര് പോക്കറ്റിൽ കാശാക്കാനുള്ള പരിപാടിയാണ്. ഇത് കഴിയുമ്പോൾ കാശ് കിട്ടിക്കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണേ കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ ആക്റ്റീവായിട്ടുള്ള, നാട്ടിലൊക്കെ എല്ലാവരും ജോലിയിലും ഒക്കെ വളരെ മിടുക്കരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പം അവര് ഇപ്പൊ ഇത് കണ്ട് അടങ്ങിയിരിക്കാനേ അവർക്ക് കഴിയില്ല. ഒരു ജോലി, ഒരു സ്വയം തൊഴിൽ പോലെ അവരിത് നാട്ടിലെ ഇത് ശേഖരിച്ചിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം ഞാനതിന്റെ പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. അത് ഞാനത് വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ പറഞ്ഞ തോട്ടപ്പയർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കാണാം. ഇതിങ്ങനെ വള്ളിയാണ്, ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കും. മരത്തേലൊക്കെ ഇങ്ങനെ കയറും, അതുപോലെ നിലത്തൂടെയൊക്കെ ഇങ്ങനെ കിടക്കും. ഇതുപോലെ പൂവൊക്കെ കുത്തിയിട്ട് അതേ കായൊക്കെ ആയി, ചെറിയ കായാണേ. അത് കായൊക്കെ ആയതിനു ശേഷം അതിങ്ങനെ ഇതാണ് അതിന്റെ കായ. മരത്തെ നിൽക്കുന്ന, ആ ചെടിയെ നിൽക്കുന്ന കായ കണ്ടോ. ഇത് ഇങ്ങനെ കഴിഞ്ഞ് ഇത് നല്ലപോലെ ഇത് ഉണങ്ങും. ഈ കായ ഇങ്ങനെ ഉണങ്ങുമ്പോൾ അതിൽ നിന്നാണ് ഈ കുരു പറിച്ച് വേർതിരിക്കുന്നത്. അപ്പോൾ അത് പറിച്ച് വേർതിരിക്കുമ്പോൾ ഇതിന് കിലോയ്ക്ക് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതും കുറേ പറിച്ചാലേ നമുക്ക് 1 കിലോ എന്ന് പറഞ്ഞ സംഭവം കിട്ടുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ ഇത് പറിച്ച് വേർതിരിച്ചൊക്കെ എടുക്കണമെങ്കിൽ. ഇതായി കണ്ടില്ലേ, ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ മരത്തേലും ചെറിയ മരത്തേലും ഒക്കെ ഇങ്ങനെ കയറി നിൽക്കും. അങ്ങനെയാണ് ഈ ചെടി വളരുന്നത്. അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതാണ് സംഭവം. ഇതാണ് തോട്ടപ്പയർ. ഇങ്ങനെ എല്ലായിടത്തും നിൽപ്പുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം, താങ്ക് യു.